കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജൻ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. രാഷ്ട്രീയ പ്രേരിതമായി കേസെടുത്തുവെന്ന് ആരോപിച്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ. പി ജയരാജനെതിരെ UAPA ചുമത്തിയതിനെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. വൈകിട്ട് 3 മണിയോടെയാണ് പി ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നതടക്കമുള്ള മുൻ നിലപാടുകൾ പി ജയരാജൻ ആവർത്തിക്കുന്നു. CBI 3 ദിവസത്തിനുള്ളിൽ തനിക്കെതിരെ ഇത്രയും തെളിവുകൾ ശേഖരിച്ചു എന്ന് പറയുന്നത് അസംബന്ധമാണ്. വിക്രമൻ തന്റെ ഡ്രൈവറാണെന്ന CBIയുടെ കണ്ടെത്തൽ തെറ്റാണെന്നും വിക്രമന് ലൈസൻസ് പോലുമില്ലെന്നും പി ജയരാജൻ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഇടപെടലാണ് പി ജയരാജനെ പ്രതി ചേർത്തതിന് പിന്നിലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. CBI കേസ് ഏറ്റെടുത്തത്, ഇപ്പോൾ അറസ്റ്റ് നടന്നത്, അതെല്ലാം രാജ്നാഥ് സിംഗിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് എന്നിപ്പോൾ അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. CBI നടപടി പ്രതിഷേധാർഹമാണെന്നും CPIMനെതിരെയുള്ള RSS കോൺഗ്രസ് ഗൂഢാലോചനയുടെ ഒടുവിലത്തെ ഉദാഹരണമാണിതെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. 3 ദിവസം മുമ്പ് വരെ പി ജയരാജൻ പ്രതിയല്ലെന്ന് പറഞ്ഞ CBI പെട്ടെന്ന് മലക്കം പറഞ്ഞതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. UAPA ചുമത്തിയത് അംഗീകരിക്കാനാകില്ലെന്നും മുസ്ലിം ലീഗ് കരിനിയമങ്ങൾക്ക് എതിരാണെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. കരിനിയമങ്ങൾക്ക് ഞങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ എതിരാണ് എന്നുള്ളത് അതിൻ്റെ താത്വികമായ വശത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഓരോ കേസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് വേറെ തന്നെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. CBIയുടെ നീക്കങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കണ്ണൂരിൽ CPIM പൂർത്തിയാക്കി കഴിഞ്ഞു. അറസ്റ്റ് ഒഴിവാക്കാനായിരിക്കും CPIM മുൻഗണന നൽകുക. ക്യാമറാമാൻ ലിമേഷ് ചെറുവഴിക്കൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ.